ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി എൻഐഎ. റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണ് എത്തിയതെന്ന് റാണ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകിയിരിക്കുന്നു. ആജ്ഞ രവീന്ദ്രനും രഞ്ജിത്ത് രാമചന്ദ്രനും ചേരുന്നു നമുക്കൊപ്പം. ഏത് തരത്തിലാണ് എൻഐയുടെ അന്വേഷണം നടക്കുന്നത് എന്നതിലേക്ക് വരാം. അതിനു മുൻപ് രഞ്ജിത്ത് രാമചന്ദ്രൻ, രഞ്ജിത്ത്, കൊച്ചിയുമായുള്ള ബന്ധം, കൊച്ചിയിൽ കൃത്യമായുള്ള ഒരു സഹായം തഹാവൂർ റാണയ്ക്ക് ലഭിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ആ തരത്തിൽ മൊഴി നൽകിയതായും പറയപ്പെടുന്നു. നേരിട്ട് മുംബൈ ആക്രമണത്തിൽ സഹായം ലഭിച്ചു കൊച്ചിയിൽ നിന്ന് തന്നെ എന്നുള്ള തരത്തിൽ പോലും റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതായത് ഒരു വലിയ തീവ്രവാദ വല കൊച്ചി ബേസ് ചെയ്തുണ്ട് എന്നുകൂടിയുള്ള വിലയിരുത്തലുകളിലേക്ക് കടക്കേണ്ട സമയം കൂടിയായി ഇതിനെ കണക്കാക്കണോ? എത്രത്തോളം ആശങ്കയോടെ അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും കേരളം ഈ വാർത്തയെ സമീപിക്കുക? അപർണ, അന്ന് ആഭ്യന്തര 2008 നമുക്കറിയാവുന്നതുപോലെ തഹാവൂർ റാണ കേരളത്തിലെത്തുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം താജ് ഹോട്ടലിൽ താമസിക്കുകയും മറ്റും ചെയ്ത് അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ വലിയൊരു വെളിപ്പെടുത്തൽ, അതായത് അന്താരാഷ്ട്ര ബന്ധമുള്ള ഒരു ഭീകരൻ കേരളത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, ആഭ്യന്തര വകുപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അത് കേരളത്തെ ഞെട്ടിപ്പിച്ചിരുന്നു. അത് തഹാവൂർ റാണയാണെന്ന് പിന്നീട് വ്യക്തമാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടാവുകയായിരുന്നു. അന്ന് കോടിയേരി പറഞ്ഞത് അതീവ ഗൗരവതരമായി ഈ വിഷയം കേരള പോലീസ് അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. അത് 2008 ഈ നടത്തിയ ഈ സന്ദർശനത്തിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ തഹാവൂർ റാണയിൽ നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നത്. കാരണം മുംബൈയിൽ ഭീകരാക്രമണത്തിൽ റാണ ചിക്കാഗോയിൽ നിന്ന് പിടിയിലായി 1 വർഷം കഴിഞ്ഞാണ് റാണയുടെ കൊച്ചി സന്ദർശനത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതെന്ന് അന്നത്തെ DGP കൂടിയായിരുന്ന ജേക്കബ് പുന്നൂസ് പറഞ്ഞ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. 24 മണിക്കൂറിലേറെ നേരം കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ റാണ മറ്റൊരു സ്ത്രീക്കൊപ്പം താമസിച്ചിരുന്നു എന്നായിരുന്നു വിവരം. ആ വരവിന്റെ ഉദ്ദേശമോ എന്തിനാണ് ആരെയൊക്കെ കണ്ടു എന്ന കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത അന്ന് പോലീസിന് ഉണ്ടായിരുന്നില്ല. കാലക്രമേണ ഈ വിഷയം നമ്മുടെ സംവിധാനങ്ങൾ മറക്കുകയും തഹാവൂർ റാണ കൊച്ചിയിലെത്തിയ വിഷയത്തിൽ വലിയ ഗൗരവം ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ട് അന്ന് ലഭിച്ച വിവരങ്ങൾ കേരള പോലീസ് NIAക്ക് കൈമാറിയിരുന്നു എന്ന വിവരം കൂടി നമ്മൾ അന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഡേവിഡ് ഹെഡ്ലി കേരളം സന്ദർശിച്ചോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് റാണയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈ ഭീകരാക്രമണത്തിന് ഒരു രഹസ്യ യോഗമൊക്കെ കൂടാൻ പറ്റിയൊരു സ്ഥലമാകാം കൊച്ചി എന്നുള്ള നിഗമനത്തിലാണ് കൊച്ചിയിലെത്തിയത് എന്ന കാര്യത്തിൽ പോലീസ് ഒരു നിഗമനം അന്ന് നടത്തിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. സാധാരണയായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ അകലെയുള്ള, അതായത് മുംബൈയിൽ നിന്നൊക്കെ വളരെ അകലെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാറും മറ്റുമുണ്ട്. അതിന്റെ ഭാഗമാണ് കൊച്ചിയിലെ സന്ദർശനമെന്നായിരുന്നു പോലീസിന്റെ നിഗമനവും മറ്റും. ഇതിനനുസരിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേരത്തെ DGP ലോക്നാഥ് ബെഹ്റ, മുൻ DGP, അദ്ദേഹം അന്നത്തെ മുംബൈ ഭീകരാക്രമണ അന്വേഷണ സംഘത്തിന്റെ അംഗമൊക്കെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ വിവരം അനുസരിച്ച് ഇത്തരത്തിൽ ഈ റാണയെ ഇപ്പോൾ പിടികിട്ടിയപ്പോൾ NIA ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ റാണയുടെ പക്കൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള നമുക്ക് വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. കാരണം റാണ ഇനി നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് റാണയുമായി ബന്ധപ്പെട്ട പാക് ബന്ധങ്ങളാണ്. അതായത് പാക് ഭീകര സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ്. മറ്റൊന്നാണ് കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതിൽ ശക്തമായ അന്വേഷണം NIA ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുറ്റപത്രം സമർപ്പിച്ച് 14 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ റാണയെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം NIA പ്രയോജനപ്പെടുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതനുസരിച്ചാണ് ഇപ്പോൾ കൊച്ചിയിൽ റാണ എത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അപർണ, ഞാൻ തിരികെ എത്താം. രഞ്ജിത്ത്, ആജ്ഞ രവീന്ദ്രൻ ചേർന്നു. ആജ്ഞ, ഇനി നൽകുന്ന മൊഴികളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ ഈ തരത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് റാണ കൊച്ചിയിൽ എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ കൊച്ചിയിൽ സഹായം ലഭിച്ചവരാര്, അവർക്ക് ഏത് തരത്തിലാണ് മുംബൈ ആക്രമണവുമായി ബന്ധം തുടങ്ങിയ വിവരങ്ങളെല്ലാം NIA അന്വേഷിക്കുന്നു. എത്രത്തോളം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് മൊഴികളുമായി ബന്ധപ്പെട്ട്? അപർണ, മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപ്, അതായത് ഇതിന്റെ ഗൂഢാലോചന നടന്നുവെന്ന് കരുതപ്പെടുന്ന 13-21 നവംബർ 13-നും 21-നും ഇടയിലാണ് റാണ കൊച്ചിയിലെത്തിയത്. ഇതേ സമയത്ത് തന്നെ ഹാംപൂർ, ഡൽഹി, അഹമ്മദാബാദ്, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലും റാണ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരവും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരുടെ ഭാര്യ സാമ്രാസിനൊപ്പം ഇവിടുത്തെ കൊച്ചിയിൽ താജ് ഹോട്ടലിലാണ് റാണ താമസിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉദ്യോഗസ്ഥർ NIAക്ക് കൈമാറിയിട്ടുമുണ്ട്. കഴിഞ്ഞ
ദിവസം നമ്മളോട് തന്നെ ലോക്നാഥ് ബെഹ്റ പറഞ്ഞതാണ്, ഞാനിരിക്കുന്ന ഈ കൊച്ചിയിൽ റാണ വന്നു പോയിട്ടുണ്ട്. റാണയെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്താകുന്നത് ആർക്കൊക്കെ ബന്ധമുണ്ട്, എന്തിനായിരുന്നു റാണ ഇവിടെ എത്തിയത് എന്നുള്ള സാഹചര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് NIA-യുടെ ഫോർമർ IG കൂടിയായിരുന്ന ലോക്നാഥ് ബെഹ്റ കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്, അതായത് ഈ തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിവിധ പ്ലാനിങ്ങുകളുടെ ഭാഗമായി രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ദൂരത്തുള്ള നഗരങ്ങളിൽ നിന്ന് പ്ലാൻ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ റാണയ്ക്ക് ഇവിടെ ആരൊക്കെയാണ് സഹായങ്ങൾ നൽകിയിട്ടുള്ളത്? റാണ തന്നെ ഈ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയുടെ ബാല്യകാല സുഹൃത്താണെന്ന് വ്യക്തമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഹെഡ്ലിയുടെ ഇന്ത്യൻ സന്ദർശനവും അതല്ലെങ്കിൽ ഇന്ത്യയിൽ ഹെഡ്ലിക്കുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തതും തഹാവൂർ റാണയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. പാക് സൈന്യത്തിൽ ഡോക്ടറായിരുന്ന റാണ ഏത് സാഹചര്യത്തിലാണ് തീവ്രവാദത്തിലേക്ക് കടന്നു വന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കൂടി NIA-യുടെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. കാരണം കൊച്ചിയിൽ റാണ എത്തിയതിന് വ്യക്തതയുണ്ട്, വ്യക്തമായ തെളിവുണ്ട്. അതുമായി ബന്ധപ്പെട്ട താജ് ഹോട്ടൽ അധികൃതർ ഭാര്യ സാമ്രാസുമൊപ്പം ഇവിടെ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ NIA-ക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇതേ കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ലോക്നാഥ് ബെഹ്റയും പറഞ്ഞതാണ്, NIA ഈ കാര്യം അന്വേഷിക്കുമായിരിക്കും എന്ന് തന്നെയാണ്. അതായത് കൊച്ചിയിലെത്തി എന്നുള്ള വിവരം അദ്ദേഹം നമ്മുടെ ലൈവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ വലിയ, അതായത് ഈ മുംബൈ ഭീകരവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ ശൃംഖല തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലുമാണ് ഈ തഹാവൂർ റാണയുമായി ബന്ധപ്പെട്ടുള്ള തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പുറത്താകാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ ആരൊക്കെ സഹായം നൽകിയിട്ടുണ്ട്, എന്തായിരുന്നു ഈ ഹാംപൂർ, ഡൽഹി, അഹമ്മദാബാദ്, അതുപോലെ ആഗ്ര, മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ റാണയെ വന്ന് താമസിച്ചിട്ട് അവിടെ എന്ത് നീക്കങ്ങളായിരുന്നു, എന്ത് ഗൂഢാലോചനയായിരുന്നു നടത്തിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും കൊച്ചിയിൽ റാണ എത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അത് നവംബർ 13-നും 21-നും ഇടയിലുള്ള ദിവസങ്ങളിലാണ് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും സംസ്ഥാന ഏജൻസികൾക്ക് റാണയുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ ഇതിനു മുൻപും ഉള്ളതുകൊണ്ട് ഈ ദേശീയ അന്വേഷണ ഏജൻസിക്കൊപ്പം സംസ്ഥാന അന്വേഷണ ഏജൻസികളും റാണയെ ചോദ്യം ചെയ്തേക്കും, അങ്ങനെയുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു സ്ഥിരീകരണമുണ്ടോ? ഇപ്പോൾ നിലവിൽ അത്തരം കാര്യങ്ങളിൽ ഏത് സമയത്ത് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല അപർണ. കാരണം NIA-യുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ തുടർന്നാണ് കൊച്ചിയിലെ ബന്ധം മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന് ഈ പറഞ്ഞതുപോലെ സംസ്ഥാന ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 2009 ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലെ ഒരു പത്രസ്ഥാപനം തകർക്കാൻ ഹെഡ്ലിയും റാണയും കൂടി പദ്ധതിയിട്ടിരുന്നത്, അത് IFB ആ നീക്കത്തെ പൊളിച്ചു എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ലോകമെമ്പാടും ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഹെഡ്ലിയും റാണയും കൂടി നടത്തിയത് ഗൂഢാലോചനകളുടെ ചുരുളഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതിലൂടെ റാണയുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്.